നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായ വിശകലനം ചെയ്യുന്ന ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കത്രിക കുടുങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെയാണെന്ന പരാതിക്കാരി ഹർഷീനയുടെ വാദം ശരിവെക്കുന്നതാണ് കുറ്റപത്രം. ശസ്ത്രക്രിയാ ഉപകരണവുമായി ബന്ധമില്ലെന്നായിരുന്നു മെഡിക്കൽ കോളേജിന്റെ വാദം. ഡോക്ടർ CK രമേശൻ, ഡോക്ടർ M ഷഹന, സ്റ്റാഫ് നഴ്സസായ മഞ്ജു, രഹന എന്നിവരാണ് കേസിൽ പ്രതികൾ. 750 പേജുള്ള കുറ്റപത്രമാണ് പോലീസ് കുന്നമംഗലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. വാർത്ത പുറത്തു കൊണ്ടുവന്ന 24-ന് ഹർഷീന നന്ദി പറഞ്ഞു. 24 ആണ് ഫസ്റ്റിൽ തന്നെ. അപ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ബാക്കിയുള്ളവരും കൂടെ ഏറ്റെടുത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. അപ്പം ഈ മീഡിയ സപ്പോർട്ട് ചെറുതല്ല, അത്രയും നമ്മളെ ഈ ഒരു ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് മീഡിയ ആണ്. നമ്മൾ 24 ചാനലിനോട് വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുകയാണ് മിഥില ബാലൻ. മിഥില, ഈ കേസിൽ ഏറ്റവും വിഘാതമായി നിന്നത് കത്രിക തങ്ങളുടേതല്ലെന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വാദമായിരുന്നു. എന്നാൽ ഇന്ന് വരുന്ന ചാർജ് ഷീറ്റിൽ 750 പേജുള്ള ചാർജ് ഷീറ്റിൽ പറയുന്നത് ശസ്ത്രക്രിയാ ഉപകരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റേത് തന്നെയെന്നാണ്. എത്രത്തോളം നിർണായകമാണ് ഈ കണ്ടെത്തൽ? ഹർഷീനയുടെ പ്രതികരണം എങ്ങനെയാണ്? ക്രിസ്റ്റീന, 2017 നവംബർ 30-നാണ് മൂന്നാമത്തെ പ്രസവ ശസ്ത്രക്രിയക്കിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഹർഷീനയുടെ വയറ്റിൽ ഈ ഒരു ശസ്ത്രക്രിയാ ഉപകരണം, കത്രികയ്ക്ക് സമാനമായ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയത്. 5 വർഷക്കാലം ഈ ശസ്ത്രക്രിയാ ഉപകരണവുമായി ഇവർ വേദന തിന്നു ജീവിച്ചു. പിന്നീടാണ് 24-ലൂടെ ഈ ഒരു വാർത്ത പുറം ലോകം അറിയുന്നു. മറ്റ് മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിക്കുന്നു. പിന്നീട് ഇപ്പോൾ ഈ ഒരു കേസിലാണിപ്പോൾ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ മെഡിക്കൽ കോളേജ് ACP കുറ്റപത്രം സമർപ്പിച്ചത്. 750 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഡോക്ടർമാരും 2 നഴ്സുമാരും ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ എന്നത്, നേരത്തെ നമുക്കറിയാം ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിലെല്ലാം ഈ ഒരു ശസ്ത്രക്രിയാ ഉപകരണം എവിടുത്തതാണ് എന്നത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഉപകരണമല്ല എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു വാദം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കുറ്റപത്രത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ACP റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ പോയി ഈ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി നടത്തിയ പരിശോധനയിൽ ഈ ഒരു ഉപകരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേതാണെന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. മാത്രമല്ല, ഈ കേസിൽ ഏറ്റവും നിർണായകം എന്നത് 2017 ജനുവരിയിൽ കൊല്ലത്ത് വെച്ച് നടന്ന MRI സ്കാനാണ്. ഈ MRI സ്കാനിൻ്റെ റിപ്പോർട്ടാണ്. അതാണ് ഈ ഒരു കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഈ 2 തെളിവുകൾ, അതായത് ഏറ്റവും പ്രധാനം എന്നത് ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തള്ളിക്കൊണ്ടിരുന്ന ഒരു വാദം എന്നത് ഒരിക്കലും ഈ ഒരു ശസ്ത്രക്രിയാ ഉപകരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേതല്ല, എന്നാൽ ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേത് ആണ് എന്നത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടു എന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നു. മറ്റൊന്ന് ഈ MRI സ്കാൻ. ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു കേസിൽ, ഈ ഒരു കുറ്റപത്രത്തിൽ പ്രധാനമായിട്ടും ഉള്ളത്. നമുക്കറിയാം ഒരുപാട് സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഹർഷീന നടത്തിയിട്ടുണ്ട്. 2 സമരങ്ങൾ. ആദ്യഘട്ട സമരം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തിയപ്പോൾ ആരോഗ്യമന്ത്രി നേരിട്ട് സമരപന്തലിലെത്തി അന്വയിപ്പിച്ചു. 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. എന്നാൽ ഈ ഒരു നഷ്ടപരിഹാരം അപര്യാപ്തമാണെന്ന് പറഞ്ഞ് ഹർഷീന ഇത് വാങ്ങിയില്ല. വീണ്ടും സമരം തുടങ്ങി. അങ്ങനെ സമരം തുടങ്ങിയപ്പോഴാണ് പോലീസ് അന്വേഷണം ഈ വർഷം മാർച്ച് 1-നാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹർഷീന പരാതി നൽകുന്നത്. അന്ന് തന്നെ പോലീസ് കേസെടുക്കുന്നു, അന്വേഷണം ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ഗവൺമെൻറ് സർവൻസ് ആണ്, ഈ ഗവൺമെൻറ് ഡോക്ടേഴ്സാണ്, അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന് വേണ്ടി പ്രത്യേക അനുമതി വാങ്ങണം. ആ അനുമതി ലഭിച്ച മുറയ്ക്കാണ് തൊട്ടു പിന്നാലെ ഇപ്പോൾ കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഹർഷീന ഇപ്പോഴും പൂർണ്ണമായി തൃപ്തയല്ല. കാരണം കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തു, അല്ലെങ്കിൽ കുറ്റക്കാർ ആരെന്ന് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ അതേസമയം തന്നെ നഷ്ടപരിഹാരം എന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴും ചർച്ച നടക്കുന്നു, അല്ലെങ്കിൽ നീതി ലഭിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും വേണ്ടത്ര പരിഗണന തനിക്ക് ലഭിച്ചില്ല എന്ന പരാതി ഇപ്പോഴും ഹർഷീനയ്ക്കുണ്ട്. 2 ലക്ഷം രൂപ മാത്രം നൽകി ഹർഷീനയുടെ ഈ ഒരു പരാതി ഒതുക്കി തീർക്കാനാണ് ആരോഗ്യവകുപ്പ് ശ്രമിച്ചതെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ 2 ലക്ഷം രൂപ ഇവർ വാങ്ങാതിരുന്നത്. ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത് 1 കോടി രൂപ നഷ്ടപരിഹാരമാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ സമരം. അവസാനിക്കുന്നില്ല. പാതി നീതി എനിക്ക് ലഭിച്ചു, ഇതിൽ സന്തോഷമുണ്ട്. 24-നോട് അവർ നന്ദി പറയുന്നു. മാത്രമല്ല, ഇനിയും വരും ദിവസങ്ങളിലും ഈ നഷ്ടപരിഹാരം എന്ന കാര്യം ഉറപ്പാക്കാനായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹർഷീനയുടെയും ഒപ്പം തന്നെ സമരസമിതിയുടെയും തീരുമാനം. ക്രിസ്റ്റീന. മിഥില, എന്തായാലും 24 ആണ് ഈ വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവന്നത്. ആ കേസിൽ ഇപ്പോൾ കുറ്റപത്രം വന്നിരിക്കുകയാണ്. ഹർഷീന ഇത് പ്രത്യേകം എടുത്തു പറയുകയും മാധ്യമങ്ങളുടെ പിന്തുണയോട് വളരെയധികം നന്ദി അറിയിക്കുകയും ചെയ്യുകയും ചെയ്തല്ലോ. തീർച്ചയായും
ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത് 24 ആണ്. 24 ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഹർഷിനയുടെ വാക്കുകൾ പറഞ്ഞതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തത്. ഇത്തരത്തിൽ കേരളം ശ്രദ്ധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയായി ഈ ഒരു സംഭവം മാറിയത്. പിന്നീട് ഹർഷീന നടത്തിയ ഓരോ പോരാട്ടങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നടത്തിയ 2 സമരങ്ങൾ, ഈ 2 സമരങ്ങളിലും നമ്മൾ 24 ഹർഷീനയ്ക്കൊപ്പം നിന്നു. ഓരോ ഘട്ടങ്ങളിലും ഹർഷീന അനുഭവിക്കുന്ന വേദന, അല്ലെങ്കിൽ 5 വർഷക്കാലം ആ കത്രിക അല്ലെങ്കിൽ ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിൽ പേറി അവർ അനുഭവിച്ച വേദന അതേ തീവ്രതയോടെ തന്നെ 24 വാർത്ത നൽകി സമൂഹത്തിന് മുന്നിൽ എത്തിച്ചു. അതിൻ്റെ ഒരു നേട്ടം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇത്തരത്തിൽ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിക്കുമ്പോൾ ഹർഷിനയ്ക്ക് പാതിയെങ്കിലും നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. മുഴുവനായും നീതി ലഭിക്കണമെങ്കിൽ അവർ പറയുന്നത് പോലെ നഷ്ടപരിഹാരമുണ്ട്. കാരണം ഈ ഒരു 5 വർഷക്കാലം അവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രയാസവും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൊല്ലത്തുണ്ടായിരുന്ന ജോലി ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് ഈ ചികിത്സാർത്ഥം അവർക്ക് കോഴിക്കോട്ടേക്ക് വരേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ചികിത്സയ്ക്കായി വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമ്പത്തിക വിഷമം ഇവർക്കുണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായി അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നഷ്ടപരിഹാരം എന്ന ഒരു കാര്യം കൂടി ഹർഷിനയ്ക്ക് ഇനി നേടിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹർഷിനയും ഒപ്പം തന്നെ സമരസമിതിയും നിലവിൽ പോകുന്നത്. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മിഥില ബാലൻ. 24 ആദ്യമായി പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്ത, അത് പിന്നീട് വലിയ തോതിൽ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും ആകർഷിക്കുന്നു. ഇക്കാര്യത്തിൽ നടപടിയുണ്ടായിരിക്കുന്നു. നിർണായകമായ കുറ്റപത്രമാണ് ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. 750 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഹർഷീന ഇതുവരെയും സംതൃപ്തയല്ല. ഇക്കാര്യത്തിൽ കൂടുതൽ തുകയ്ക്കായി പോരാടുമെന്നാണ് ഹർഷീന പറഞ്ഞത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥില ബാലൻ കോഴിക്കോട് നിന്ന്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ചോർന്നതിൽ നീതിപൂർവമായ അന്വേഷണം ഉറപ്പാക്കണമെന്ന് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി വിചാരണ കോടതിയോട് ആവശ്യപ്പെട്ടു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അറിയിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കോടതി പരാതിക്കാരിക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇതിനുള്ള മറുപടിയിലാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് ആരെന്ന് കണ്ടെത്തണമെന്ന ആവശ്യം നടി ആവർത്തിച്ചത്. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ വിഷയത്തിൽ തനിക്ക് നീതി വേണം എന്ന നടിയുടെ പോരാട്ടത്തിന്റെ ഫലമായി ഒരു വിധി വന്നിരുന്നു. ഇപ്പോൾ ഇത് ആരാണ് പരിശോധിച്ചത് എന്ന് കണ്ടെത്തണമെന്ന് കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് നടി. ഇക്കാര്യത്തിൽ അന്വേഷണം ഏത് രീതിയിലായിരിക്കും? കോടതി അതെങ്ങനെയാണ് പരിഗണിക്കുക? കൃഷ്ണ, നേരത്തെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസിന്റെ മേൽനോട്ടത്തിൽ ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഈ കേസിന്റെ അന്വേഷണ നടപടികൾ തുടങ്ങി എന്നുള്ളത് സ്ഥിരീകരിക്കാം. കാരണം നടിക്ക് ഒരു നോട്ടീസ് കോടതി നൽകി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ ബോധിപ്പിക്കാനുണ്ടോ എന്നുള്ളതായിരുന്നു അതിൽ ചോദിച്ചിരുന്നത്. അതിന് നീതിപൂർവമായി അന്വേഷണം നടത്തണം എന്നുള്ള മറുപടി നടി ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. മെമ്മറി കാർഡ് പരിശോധിച്ചത് ആരെന്ന് കണ്ടെത്തണം. ഈ മെമ്മറി കാർഡ് പരിശോധിച്ച് അതിലെ ദൃശ്യങ്ങൾ ഒരു വിവോ ഫോണിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ആ വിവോ ഫോണിന്റെ ഉടമ ആര് എന്നുള്ള കാര്യം അറിയണമെന്നും നടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ദൃശ്യങ്ങൾ ചോർത്താൻ ഉപയോഗിച്ച വിവോ ഫോൺ കൂടാതെ തന്നെ 2 ലാപ്ടോപ്പുകളും ഈ ദൃശ്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഉടമസ്ഥർ ആര് എന്ന് കണ്ടെത്തണം എന്നുള്ള ആവശ്യവും നടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ പോലീസോ അല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള സംവിധാനങ്ങളെയോ ജില്ലാ സെഷൻസ് ജഡ്ജിന് ഈ കേസിന്റെ പരിശോധനയ്ക്ക് അന്വേഷണത്തിനായി സഹായം തേടാം എന്നുള്ള കാര്യവും നേരത്തെ തന്നെ ഹൈക്കോടതി വ്യക്തമാക്കിയതാണ്. കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെയാണ് ഈ തൊണ്ടി എന്ന നിലയിൽ പരിഗണിക്കുന്ന മെമ്മറി കാർഡിൽ നിന്നും ദൃശ്യങ്ങൾ ചോർന്നത് എന്ന് നടി ആരോപിക്കുന്നുണ്ട്. ഇത് ഈ അടുത്തിടെയാണ് ഹൈക്കോടതി നടിക്ക് അനുകൂലമായ ഉത്തരവ് നൽകിയതും. നിലവിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ ഭാഗമായുള്ള ആദ്യ നടപടിയാണ് നോട്ടീസ് നൽകലും അതിനുള്ള മറുപടിയും. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്. തനിക്ക് നീതി ലഭിക്കണം. ഈ മെമ്മറി കാർഡ് ഇട്ട് പരിശോധിച്ച വിവോ ഫോണിന്റെ ഉടമ ആരെന്ന് കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ നടി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ആശയക്കുഴപ്പം. കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായം AICC അറിയിച്ചെന്ന് കെ മുരളീധരൻ പറഞ്ഞു. എന്നാൽ ഇക്കാര്യം KPCC അധ്യക്ഷൻ കെ സുധാകരൻ സ്ഥിരീകരിച്ചില്ല. KPCCയോട് അഭിപ്രായം ചോദിച്ചാൽ നിലപാട് അറിയിക്കുമെന്നും കെ സുധാകരൻ. പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് വ്യക്തികളാണെന്ന് ശശി തരൂർ MP ആവർത്തിച്ചു. BJPക്ക് കോൺഗ്രസിനെ കെണിയിൽപ്പെടുത്താനാകില്ലെന്ന് KC വേണുഗോപാലും പറഞ്ഞു. അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങൾ ശ്രീ KC വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം. ഞങ്ങൾ KPCCയോട് അഭിപ്രായം ചോദിച്ചാൽ KPCC അഭിപ്രായം പറയും.
ഇത് പറയേണ്ടുന്നത് ഞങ്ങളല്ല, അതിനെക്കുറിച്ച് പറയുന്നത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. നിങ്ങൾ ഡൽഹി പോയി ചോദിക്കും. ഇതിനെ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യം അനുസരിച്ച് ചെയ്യണം നല്ലത്. എന്തായാലും പാർട്ടി പ്രഖ്യാപിക്കും. അവരെ ഒരു പാർട്ടിയായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടോ അതോ അവർ ഈ 3-4 നേതാക്കളെ വിളിച്ചവർ അവർക്കാണ് ഒരു വ്യക്തിപരമായിട്ട് വിട്ടുകൊടുത്തിരിക്കണം. അതും കൂടി ഡൽഹിയിൽ നിന്നൊരു പ്രഖ്യാപനം വരട്ടെ. ഞങ്ങൾ അങ്ങനെ പെടുത്താൻ അങ്ങനെ BJPക്ക് പറ്റുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടുകൾ എല്ലാ കാര്യത്തിലുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കാര്യത്തിലെ നിലപാട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കുന്നതിനോട് പാർട്ടിക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല. ബാബറി മസ്ജിദ് തകർത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്ന് KPCC മുൻ അധ്യക്ഷൻ VM സുധീരൻ. ക്ഷണം കോൺഗ്രസ് പൂർണ്ണമായി നിരാകരിക്കണം. BJPയുടെ തീവ്ര ഹിന്ദുത്വത്തിനെതിരെ മതേതര മൂല്യങ്ങൾ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കണമെന്നും VM സുധീരൻ പറഞ്ഞു. ബാബറി മസ്ജിദ് തകർത്ത് അവിടെ കെട്ടിപ്പടുത്ത രാമക്ഷേത്രം തീവ്ര ഹിന്ദുത്വ വർഗീയ വികാരങ്ങൾ ആളിക്കത്തിക്കാനുള്ള ഒരു ഉപാധിയായി BJP ഈ രാമക്ഷേത്ര നിർമ്മാണത്തെയും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെയും മാറ്റുമ്പോൾ ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുത്. കയ്യോടെ തള്ളണം, അത് നിരാകരിക്കണം. അത് കോൺഗ്രസ് മാത്രമല്ല, ജനാധിപത്യ മതേതര മൂല്യം വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ പങ്കെടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഗാന്ധിജിയുടെ നെഞ്ചിൽ വെടിയുതിർത്തവർക്കൊപ്പം രാമൻ ഉണ്ടാവില്ലെന്ന് കോൺഗ്രസ് വാർഷികത്തോടനുബന്ധിച്ച് എഴുതിയ ലേഖനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറിച്ചു. ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് തമിഴ്നാട്, തെലങ്കാന, പശ്ചിമബംഗാൾ ഘടകങ്ങൾ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം യാഥാർത്ഥ്യമായ ക്ഷേത്രത്തിൽ പോകുന്നതിൽ അനൌചിത്യമില്ലെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ പ്രമോദ് പാണ്ഡെ 24നോട് പറഞ്ഞു. अभी का नहीं, मुद्दा तो बहुत दिनों से चला आ रहा है और कांग्रेस कभी इसका विरोध नहीं कर रही थी. शुरू से कांग्रेस का एक पक्ष रहा है कि कोर्ट के द्वारा आइदर कोर्ट और कन्वर्सेशन, दो ही चीज़ें थी कि कोर्ट के द्वारा इसको निपटाया जाए या बातचीत के जरिए हल से सुलझा लिया जाए. मंदिर निर्माण में कभी भी कांग्रेस की विरोध की कोई भूमिका नहीं रही, कोई वर्जन, कोई ऐसा स्टेटमेंट नहीं आया है. तो वहाँ जाने और न जाने से कोई परहेज की बात नहीं है. അതേസമയം ചടങ്ങിൽ പങ്കെടുക്കണമെന്ന നിലപാടിലാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസ് സംസ്ഥാന ഘടകങ്ങൾ. ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന സൂചന നൽകി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. ചടങ്ങ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് വിമർശിച്ചു. बीजेपी का 2-3 दिन का जो एक पॉलिटिकल इवेंट है वो खत्म होने के बाद हम जाएंगे भगवान के पास. ये राजनीति कर रहे हैं, उनका ना राम से नाता है ना उनके विचार से नाता है. ये चुनाव का जुमला है. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യയും ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനും ചേരുകയാണ്. ആദ്യം സജോയിലേക്ക്. സജോ, ഈ സംസ്ഥാന നേതാക്കൾ പറയുന്ന അഭിപ്രായം, ഓരോരുത്തരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഒരു കൂട്ടർ ഇതിൽ പങ്കെടുക്കരുത് എന്ന് പറയുമ്പോൾ ശശി തരൂർ ഇത് ചിലരെയല്ലേ വിളിച്ചത്, അത് വ്യക്തിപരമായ കാര്യമാണെന്ന് പറയുന്നു. അപ്പോൾ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു പൊതു നിലപാടില്ലേ? ഇക്കാര്യത്തിൽ സംസ്ഥാന ഘടകം ചർച്ചയൊന്നും നടത്തിയിട്ടില്ലേ എന്ന ചോദ്യവും ഉയരുന്നില്ലേ? അതുപോലെ മൊത്തത്തിലൊരു ആശയക്കുഴപ്പം കാണുന്നില്ലേ? ക്രിസ്ത്യന, അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം നേരിടുന്ന വലിയ തോതിലുള്ള ആശയക്കുഴപ്പവും രാഷ്ട്രീയ പ്രതിസന്ധിയും സംസ്ഥാന കോൺഗ്രസിനെയും വലിയ തോതിൽ വെട്ടിലാക്കിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമൊക്കെ അഭിപ്രായം ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി അവർക്ക് പറയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ദിവസം അഭിപ്രായം ചോദിച്ചപ്പോൾ VD സതീശൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇന്ന് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിലും സിംബോളിക്കായ മറുപടി പറയാൻ മാത്രമേ, വിശദീകരണം പറയാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ. ഇന്ന് KPCC അധ്യക്ഷനോട് ഈ കാര്യത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഏതെങ്കിലും ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്, KPCCയുടെ അഭിപ്രായം ചോദിച്ചാൽ പറയും എന്നാണ്. എങ്കിൽ ആ അഭിപ്രായം എന്താണ് എന്ന് ആരാഞ്ഞപ്പോൾ ആ മറുപടി നിങ്ങളോടല്ല, അതായത് മാധ്യമങ്ങളോടല്ല പറയേണ്ടത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതായത് ഈ കാര്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉള്ള ഒരു ആശയക്കുഴപ്പം, പ്രതിസന്ധിയൊക്കെ സംസ്ഥാന കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. മുസ്ലിം ലീഗ് അവരുടെ അഭിപ്രായം വ്യക്തമാക്കി, കോൺഗ്രസ് ഒരു നിലപാട് വ്യക്തമാക്കണം എന്ന് അവർ പറഞ്ഞു. സമസ്ത പരസ്യമായ മുന്നറിയിപ്പും ഒക്കെയായി അവരുടെ നിലപാട് വ്യക്തമാക്കലും ഒക്കെയായി വന്നു. കോൺഗ്രസിനെതിരായ വിമർശനങ്ങളും ഒക്കെ പറഞ്ഞു. അങ്ങനെ ന്യൂനപക്ഷ രാഷ്ട്രീയം ഏറ്റവും നിർണായകമായ സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വലിയ തോതിലുള്ള ഒരു ധാർമ്മിക പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു
ധർമ്മസങ്കടം അനുഭവിക്കുന്ന നിലയിലാണ്. അതേസമയം ഓരോ നേതാക്കളും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പ്രകടമാക്കുന്നുണ്ട്. കെ മുരളീധരൻ പങ്കെടുക്കരുത് എന്ന തങ്ങളുടെ അഭിപ്രായം AICC അറിയിച്ചു എന്ന് പറയുന്നു. VM സുധീരൻ പങ്കെടുക്കരുതെന്ന് പറയുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അപ്പോഴും CPIM ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. CPIM അവരുടെ നിലപാട് CPIM അഖിലേന്ത്യാ നേതൃത്വം വ്യക്തമാക്കിയതാണ്. എന്ത് തീരുമാനമാകും കോൺഗ്രസ് എടുക്കുക എന്നതിനെ ആശ്രയിച്ചൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിലേക്ക് CPIM പോകും. അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് KPCCക്ക് ഇത് രാഷ്ട്രീയമായി BJP ഉപയോഗിക്കുന്നു. കേന്ദ്ര സർക്കാർ ഇതിനെ ഒരു പ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിക്കുന്നു, അങ്ങനെ ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുന്നു എന്ന വിമർശനമുണ്ട്. അങ്ങനെ ഒരു ക്യാമ്പയിനുമായാണ് കോൺഗ്രസ് ദേശീയ തലത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന അഭിപ്രായം KPCCക്കുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഉച്ചത്തിൽ പറയുക അല്ലെങ്കിൽ ഒരു സമ്മർദ്ദമായി ഉപയോഗിക്കുക അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം KPCCയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസ് ഘടകങ്ങൾക്ക്, സംസ്ഥാന ഘടകങ്ങൾക്ക് ഈ അഭിപ്രായം, അതായത് പ്രത്യേകിച്ച് സൗത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെയൊക്കെ സംസ്ഥാന ഘടകങ്ങളുടെ അഭിപ്രായമില്ല. അതുകൊണ്ട് ദേശീയ തലത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന വലിയ തോതിലുള്ള ആശയക്കുഴപ്പം, പ്രതിസന്ധിയൊക്കെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തെ ബാധിച്ചിരിക്കുന്നു. അവർ അത് ആ കാര്യത്തിലൊരു കൃത്യമായ ക്രിസ്റ്റൽ ക്ലിയറായ ഒരു അഭിപ്രായം പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ സംസ്ഥാന നേതൃത്വത്തിനില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനും KPCC അധ്യക്ഷനും ഒന്നും ഈ വിഷയത്തിൽ വ്യക്തമായൊരു മറുപടി പറയാൻ കഴിയാത്തത്. പ്രധാനപ്പെട്ട ചുമതലകളൊന്നും വഹിക്കാത്ത മറ്റ് നേതാക്കൾക്ക് അഭിപ്രായം പറയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ കാര്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എന്ത് നിലപാടെടുക്കും, പ്രധാനപ്പെട്ട നേതാക്കൾ പോകുമോ, ഇതിനെയെല്ലാം എങ്ങനെ ജനങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കും? പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഇത് BJPയുടേത് പ്രത്യേകിച്ചും അവർ ദേശീയ തലത്തിൽ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിനാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലടക്കം കോൺഗ്രസ് അതിനെ എങ്ങനെ നേരിടും, അതിനെയൊക്കെ ഏത് നിലയ്ക്ക് ഇനി സമീപിക്കണം എന്ന് പോലും സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശയക്കുഴപ്പമുണ്ട്. ചുരുക്കത്തിൽ ദേശീയ കോൺഗ്രസ് അനുഭവിക്കുന്നതിനേക്കാൾ അതിലേക്കാൾ കൂടുതൽ ഡിഗ്രിയിലുള്ള പ്രതിസന്ധി, ആശയക്കുഴപ്പം, രാഷ്ട്രീയ പ്രതിസന്ധി ഒക്കെ സംസ്ഥാന കോൺഗ്രസ് നേരിടുന്നു. ഇതിനെ ഇനിയിപ്പോൾ ദേശീയ കോൺഗ്രസ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന നിലപാടിനെ ഇനിയിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ധർമ്മസങ്കടത്തിലും പ്രതിസന്ധിയിലുമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. ക്രിസ്റ്റീന. ശരി, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആശയക്കുഴപ്പത്തിലാണ്. രാമക്ഷേത്ര ത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ. അതേപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. രാധാകൃഷ്ണൻ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകും. തമിഴ്നാട്, തെലങ്കാന, പശ്ചിമ ബംഗാൾ ഘടകങ്ങൾ ഇതിന് പോകരുത് എന്ന് ആവശ്യപ്പെട്ട് ദേശീയ നേതൃത്വത്തിന് കത്തെഴുതിയിരിക്കുന്നു. അതേസമയം ഇത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം യാഥാർത്ഥ്യമായ ഒരു ക്ഷേത്രമാണ്. അതിലെന്താണ് അനൗചിത്യമെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ പ്രമോദ് പാണ്ഡെ അടക്കം ചോദിക്കുന്നു. ഹിന്ദി ഹൃദയഭൂമിയിലെ എല്ലാ സംസ്ഥാനങ്ങളും പറയുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് 2024 തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് വലിയ തിരിച്ചടിയാകും എന്നവർ വാദിക്കുന്നുമുണ്ട്. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും ഇക്കാര്യത്തിൽ ഒരു പൊതു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടില്ലേ? ഒരു പൊതു നിലപാടിലേക്ക് എത്താൻ കോൺഗ്രസിന് മുന്നിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, തെലങ്കാന, പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്വാധീനം ഉള്ള സംസ്ഥാനങ്ങൾ, അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചാൽ അത് തിരിച്ചടി ഉണ്ടാകും എന്ന ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട് ലഭിച്ച ക്ഷണം സ്വീകരിക്കരുത് എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. ഇത് ഏതെങ്കിലും വിധത്തിൽ AICC അങ്ങോട്ട് അഭിപ്രായം ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ സംസ്ഥാനങ്ങൾ അനൗദ്യോഗികമായിട്ടാണെങ്കിലും ഈ അഭിപ്രായം അവരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. AICCയുടെ ഓർഗനൈസേഷന്റെ ചുമതലയിലുള്ള KC വേണുഗോപാലിനെ അടക്കമാണ് അവർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശ് അടക്കമുള്ളവ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടക്കം സ്വീകരിച്ചത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മൃദു ഹിന്ദുത്വ സമീപനമാണ്. ആ മൃദു ഹിന്ദുത്വ സമീപനത്തിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ പിന്നോട്ട് പോയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് വാട്ടർലൂ ആയി മാറും എന്ന അഭിപ്രായമാണ് അവർ പങ്കുവെക്കുന്നത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പാർട്ടി പോകാനാണ് തീരുമാനമെങ്കിൽ അത് വലിയ രീതിയിലുള്ള പാർട്ടിയിലെ അണികളുടെ ഒഴുക്കിനും കാരണമാകും എന്നവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് രാമൻ അനുബന്ധമായിട്ടുള്ള ആരാധനാ വിശ്വാസങ്ങളും ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ വല്ലാതെ ആഴത്തിൽ വേരിറക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന സമീപനം ദേശീയ നേതൃത്വം കൈക്കൊള്ളരുത് എന്നാണ് അവർ പറയുന്നത്. ഇന്ന് ഞാൻ ഈ ഹിന്ദി ബെൽറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന രീതിയിൽ ഉത്തർപ്രദേശിലെ പല നേതാക്കളോടും സംസാരിച്ചിരുന്നു. അവരെല്ലാം സൂചിപ്പിക്കുന്നു, ഉത്തർപ്രദേശിലെ നേതാക്കന്മാർ, അതിൽ ഒരുപക്ഷെ ചുമതലയിലുള്ള നേതാക്കന്മാർ, അവർ പറയുന്നത്
ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കാരണം ഒരു ഘട്ടത്തിലും ഉത്തർപ്രദേശിലെ നേതാക്കന്മാരാരും ഈ രാമക്ഷേത്ര നിർമ്മാണത്തെയോ അഥവാ അവിടെ ക്ഷേത്രം വരണമെന്ന ആവശ്യത്തെയോ എതിർത്തിട്ടില്ല. അതുകൊണ്ട് തങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരുടെയും ക്ഷണം ആവശ്യമില്ല അവിടേക്ക് പോകാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച തങ്ങൾക്കിടയിൽ ഇല്ല. അഥവാ ദേശീയ നേതൃത്വത്തെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവർ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തോട്ടെ. അക്കാര്യത്തിൽ തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് ആണ്. അങ്ങനെ അവർ ഏതെങ്കിലും നിർദ്ദേശം തങ്ങൾക്ക് പ്രത്യേകമായി നൽകുകയാണെങ്കിൽ അപ്പോഴും അത് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണത്തിന് തങ്ങൾ തയ്യാറുള്ളൂ എന്നുള്ളതാണ്. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയവും അതേപോലെ തന്നെ സംസ്ഥാന ഘടകത്തിലും ഇതേ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്യുന്നുണ്ട്, വേണ്ടണം എന്നൊരു ഗ്രൂപ്പ് കൂടെ കോൺഗ്രസിൽ വരും എന്ന്. ഈ ഒരു വേണ്ട എന്ന് പറയുന്നവരും വേണം എന്ന് പറയുന്നവരും ഉണ്ട് എന്ന ഈ റിപ്പോർട്ടിന് പിന്നാലെ. എന്തായാലും വിശദാംശങ്ങൾ നൽകിയത് സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്ന്. അതേപോലെ തന്നെ ആർ രാധാകൃഷ്ണനാണ് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. തമിഴ്നാടിനും DMDK സ്ഥാപക പ്രസിഡന്റുമായ വിജയകാന്ത് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ ചെന്നൈയിലായിരുന്നു അന്ത്യം. പുരേഴ്ചി കലക്ടർ എന്നായിരുന്നു ആരാധകർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 154ഓളം സിനിമകളിൽ വേഷമിട്ടു. 1979 പുറത്തിറങ്ങിയ ഇനിക്കും ഇളമയായിരുന്നു ആദ്യ ചിത്രം. വിജയകാന്തിന്റെ സംസ്കാരം പാർട്ടി ആസ്ഥാനത്ത് നാളെ നടക്കും. വൈകിട്ട് 4:30 ചെന്നൈയിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. DMDK ആസ്ഥാനത്ത് നിന്ന് മനേഷ് മൂർത്തി ചേരുകയാണ്. മനേഷെ, ചെന്നൈയിലെ സിനിമാ രാഷ്ട്രീയ ബാന്ധവം അത് വളരെ സാധാരണമാണ്. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പിന്മുറയിൽപ്പെട്ട ഒരാളെന്ന് പറയാം വിജയകാന്തിനെ. മാത്രവുമല്ല ആരാധക ബാഹുല്യമുള്ള ഒരു നടൻ കൂടിയാണ്. സാധാരണക്കാർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നടനാണ്. അപ്പോൾ ഈ വൈകാരിക പ്രകടനത്തിലും നിരവധി സാധാരണക്കാരെ നമുക്കവിടെ കാണാനാവുമല്ലോ അല്ലേ? കൃഷ്ണ, തീർച്ചയായും ഇന്നിപ്പോൾ രാവിലെയാണ് മരണവാർത്ത അറിയുന്നത്. നമ്മളുള്ളത് DMDKയുടെ ആസ്ഥാനത്താണ്. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏറ്റവും കൂടുതൽ സാധാരണക്കാരാണ്. അത് ഓരോ സമയം കഴിയും തോറും ഏറ്റവും അധികം ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഇപ്പോൾ മന്ത്രി പഴനിവേൽ ത്യാഗരാജൻ ഇപ്പോൾ അദ്ദേഹത്തെ കാണാനായി എത്തിയിട്ടുണ്ട്. തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ, അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഏറ്റവും അധികം, അതായത് തമിഴ്നാടിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്നെത്തിയ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായും അല്പസമയം മുമ്പ് തമിഴിസൈ സൗന്ദരരാജൻ, തെലങ്കാന ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങി. രാവിലെ ശാലഗ്രാമത്തെ വീട്ടിലാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തി അദ്ദേഹത്തെ കണ്ട് മടങ്ങി, അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങിയത്. അങ്ങനെ പ്രധാനപ്പെട്ട നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല നടന്മാരായ പ്രഭു, അതുപോലെ തന്നെ മൻസൂർ അലിഖാൻ തുടങ്ങി കൗണ്ടമണി തുടങ്ങി നിരവധി ആളുകൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധ തുറകളിൽ നിന്നുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. എന്തായാലും ഓരോ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഓരോ നിമിഷം കഴിയും തോറും ആരാധകർ, അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വലിയ തോതിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുമുണ്ട്. നാളെ വൈകുന്നേരം 4:30 മണിക്കാണ് സംസ്കാരം വെച്ചിരിക്കുന്നത്. സംസ്കാര ചടങ്ങ് നടക്കുക അത് ഈ ഓഫീസിനകത്ത് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഓഫീസിന്റെ പരിസരത്ത് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതുവരെ എന്തായാലും പൊതുജനങ്ങൾക്ക് കാണാനുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സാധാരണക്കാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള തീരുമാനം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ആ ഒരു സാധാരണക്കാരനായിട്ടുള്ള വിജയകാന്ത്, അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അണികൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ, അങ്ങനെ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ സമയം കഴിയുന്തോറും തിരക്ക് വർദ്ധിച്ചു വരിക തന്നെയാണ് ഇവിടെ DMDK ആസ്ഥാനത്ത്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ചെന്നൈ DMDK ആസ്ഥാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മൂർത്തി. നാടകപ്രവർത്തകൻ പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ഛായാമുഖി, മഹാസാഗരം തുടങ്ങിയ പ്രശസ്ത നാടകങ്ങൾ അരങ്ങിലെത്തിച്ചു. വിവരങ്ങളുമായി AV ജയശങ്കറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, വലിയൊരു നാടക സംവിധായകൻ, ഈ മോഹൻലാലിനെ വെച്ച് ഛായാമുഖി പോലെയുള്ള നാടകങ്ങൾ ഒരു പരീക്ഷണമെന്ന നിലയിൽ അരങ്ങിലെത്തിച്ചു. നിരവധി നാടകങ്ങൾ, ഈ മണികർണികയും
ധ്വജവും ഒക്കെ അടക്കമുള്ള നാടകങ്ങൾ അരങ്ങിലെത്തിച്ച വ്യക്തിയാണ് ഇന്ന് നമ്മളോട് വിട വാങ്ങിയിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും? നാടകപ്രവർത്തകൻ, നാടക സംവിധായകൻ, നാടക നടനൊക്കെയായിരുന്ന പ്രശാന്ത് നാരായണൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 51 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. എങ്കിലും അന്ത്യം സംഭവിക്കുകയായിരുന്നു. ഛായാമുഖിയും മഹാസാഗരവും തുടങ്ങിയ പ്രശസ്ത നാടകങ്ങൾ അരങ്ങിലെത്തിച്ചു. വിവരങ്ങളുമായി AV ജയശങ്കറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഇന്ന് ഉച്ചയോടെയാണ് മരണം സംഭവിക്കുന്നത്. സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാം ഒരുക്കങ്ങൾ നടക്കുകയാണ്. അടുത്ത ബന്ധുക്കളും മറ്റും അദ്ദേഹത്തെ തീർച്ചയായും കാണാനെത്തും. എന്തായാലും മലയാള നാടക ലോകത്തിന് തന്നെ വലിയൊരു നഷ്ടമാണ് പ്രശാന്ത് നാരായണന്റെ മരണം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഛായാമുഖി, മഹാസാഗരം പോലെയുള്ള കൃതികൾ, നാടകങ്ങൾ സംഭാവന ചെയ്ത് അദ്ദേഹം നഷ്ടപ്പെടുമ്പോൾ നിലവിൽ ശോഷിക്കുന്ന നാടകവേദിയെ അത് കൂടുതൽ ശോഷിക്കാനുള്ളൊരു കാരണമാകും. എന്തായാലും പെട്ടെന്ന് അവശതയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ അദ്ദേഹം മരിക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളും മറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു മലയാള നാടകവേദിക്ക് തന്നെ വലിയൊരു നഷ്ടമാണ് പ്രശാന്ത് നാരായണന്റെ മരണത്തോടെ സംഭവിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു AV ജയശങ്കർ. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയുണ്ട്. ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയത്തിന്റെ വാർത്തയാണ്. ഖത്തറിലെ അപ്പീൽ കോടതിയിൽ തടവിലായിരുന്ന ഇന്ത്യൻ മുൻ നാവികർക്ക് 8 പേരുടെ ശിക്ഷയിൽ ഇളവ് വന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഖത്തറിലെ അപ്പീൽ കോടതിയാണ് ഇളവ് അനുവദിച്ചത്. വധശിക്ഷ തടവ് ശിക്ഷയായി ഇളവ് ചെയ്തതായാണ് സൂചന. ഇത് വലിയൊരു നയതന്ത്ര വിജയമായാണ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പറയുന്നത് ചടങ്ങിലേക്ക് ക്ഷണിച്ചാൽ പങ്കെടുക്കും എന്ന് തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്കാണ്. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് മിനി പൂരം സംഘടിപ്പിക്കും. പാറമേക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിലാണ് മിനി പൂരം സംഘടിപ്പിക്കുന്നത്. പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രിയുടെ സന്ദർശനവും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും വിലയിരുത്താൻ BJP സംസ്ഥാന ഭാരവാഹി യോഗം തൃശൂരിൽ ചേർന്നു. അതിനിടെ പ്രദർശനത്തിന് തറവാടക പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പകൽപൂരം നടത്തും. അടുത്ത ചൊവ്വാഴ്ചയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക പൂരം നടത്തി പ്രതിഷേധിക്കുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇത് ഒരു വശത്ത് കോൺഗ്രസിന്റെ പകൽപൂരം, മറ്റൊരു വശത്ത് മിനി പൂരം, രണ്ടും ഈ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്. ഏത് രീതിയിലാണ് ഇതൊക്കെ ആസൂത്രണം ചെയ്യുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്റ്റിന, ഈ പൂരം പ്രതിസന്ധിയിൽ സർക്കാർ മൗനം തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കവുമായി ഇപ്പോൾ ഈ പാറമേക്കാവ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പ്രധാനമന്ത്രി 3-ന് തൃശ്ശൂരിൽ ഈ റോഡ് ഷോയുമായി സന്ദർശനം നടത്തുന്ന വേളയിൽ ഒരു മിനി പൂരം സംഘടിപ്പിക്കാനാണ് ഈ പാറമേക്കാവ് നിശ്ചയിച്ചിരിക്കുന്നത്. 15 ആനകൾ ഉൾപ്പെടെ മേളവും കുടമാറ്റവും എല്ലാമായി ഒരു പൂരം എങ്ങനെയാണോ നടത്തുക അതിന്റെ പ്രൗഢിയോടുകൂടി തന്നെ ഒരു മിനി പൂരം അത് പ്രധാനമന്ത്രിക്കായി സംഘടിപ്പിക്കുക. അത് സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ. ഈ പൂരം നടത്തിപ്പിൽ പ്രതിസന്ധി അത് പ്രധാനമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിക്കുക. ഏതെങ്കിലും തലത്തിൽ കഴിയുന്ന ഇടപെടൽ അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നേടിയെടുക്കുക എന്നതാണ് ഇതിലൂടെ പാറമേക്കാവ് ദേവസ്വം മുന്നോട്ട് വെക്കുന്നത്. അതേസമയം കോൺഗ്രസ് ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ടയോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ടുവരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. കാരണം ഇതിൽ നേരത്തെയും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് സാഹചര്യം ഒരുങ്ങിയ വേളയിൽ മന്ത്രി കെ രാജനെയും കെ രാധാകൃഷ്ണനെയും എല്ലാം എത്തിച്ചുകൊണ്ട് ഇവരുമെല്ലാമായി, അതായത് ഇരു ദേവസ്വങ്ങൾ അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ്, ഈ MP TN പ്രതാപൻ അടക്കമുള്ളവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു യോഗമൊക്കെ വിളിച്ചു കൂട്ടിയിരുന്നു. പക്ഷേ ആ യോഗത്തിലൊന്നും തന്നെ ഇത് സംബന്ധിച്ച ഒരു തീരുമാനം കൈക്കൊള്ളാൻ സാധിച്ചില്ല. അതോടുകൂടിയാണ് കോൺഗ്രസ് കൃത്യമായി ഇതൊരു പൊളിറ്റിക്കൽ വിഷയമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന് മുന്നിൽ പകൽപൂരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിനൊരു തടസ്സം കൂടിയുണ്ട്. കാരണം 3-ാം തീയതി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി തേക്കിൻകാട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അനുമതി ലഭിക്കുമോ എന്നത് സംബന്ധിച്ച് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ 2-ാം തീയതി പകൽപൂരവുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന. ശരി, എന്തായാലും പൂരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി മിനി പൂരവും പകൽപൂരവും ഒക്കെ പ്ലാൻ ചെയ്യുകയാണ്. പക്ഷേ ഇത് ഏത് രീതിയിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന്.
ചാരപ്രവർത്തനം ആരോപിച്ച് ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 8 ഇന്ത്യൻ മുൻ നാവികർക്ക് ആശ്വാസം. തടവ് ശിക്ഷയായി ഇളവ് ചെയ്തു. ഖത്തറിലെ അപ്പീൽ കോടതിയുടേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തായാലും ഈ വധശിക്ഷ തടവ് ശിക്ഷയായി മാറ്റിയിരിക്കുന്നു. പ്രത്യേകിച്ച് അതുപോലെ ഖത്തർ പോലെ ഒരു രാജ്യത്ത് ഇത്തരത്തിലൊരു ശിക്ഷാ ഇളവ്, അത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയം എന്ന് തന്നെ വിളിക്കേണ്ടേ അതിനെ? തീർച്ചയായും ക്രിസ്റ്റീന, ഇന്ത്യയുടെ ഒരു വലിയ നയതന്ത്ര വിജയം തന്നെയാണ് ഇത്. ഖത്തറിൽ ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 8 ഇന്ത്യക്കാർക്കാണ് ശിക്ഷയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നത്. ഈ വധശിക്ഷ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് ഖത്തറിൽ നിന്നും ഇന്ത്യക്ക് ലഭിച്ചത് മുതൽ നടത്തിയ തുടർച്ചയായുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഇളവ് ഈ 8 ഇന്ത്യയുടെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്കും ലഭിച്ചിരിക്കുന്നത്. അൽ ജഹ്റ കമ്പനിയിലെ ഉദ്യോഗസ്ഥരായി ആണ് ഇവർ ഖത്തറിൽ ജോലി ചെയ്തിരുന്നത്. അതിനിടെ ആണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇവരെ 8 പേരെയും, ഒരു മലയാളി അടക്കമുള്ള 8 ഇന്ത്യക്കാരെയും അറസ്റ്റിലാകുന്നത്. ചാരവൃത്തി അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയിരുന്നത്. പ്രത്യേകിച്ച് ഖത്തറിന്റെ മുങ്ങിക്കപ്പലിന്റെ സാങ്കേതിക വിദ്യ ചോർത്തുന്നത് അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവർ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവരെ ഖത്തർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഔദ്യോഗികമായ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇന്ത്യക്ക് നൽകിയത് പോലും. പിന്നീട് നയതന്ത്ര തലത്തിൽ ഇന്ത്യ ഖത്തർ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. കൂടാതെ കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അനുകൂലമായ തരത്തിലുള്ള ഒരു വിധി ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സാധാരണ നിലയിൽ ഇത്തരത്തിൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആളുകൾക്ക് അപ്പീൽ അനുവദിക്കുക പോലും പതിവില്ലാത്ത ഒരു കാര്യമാണ് ഖത്തറിലെ വ്യവസ്ഥ അനുസരിച്ച്. എന്നാൽ ഇവരുടെ അപ്പീൽ കഴിഞ്ഞ നവംബർ 9-നാണ് അപ്പീൽ സ്വീകരിച്ചത്. ഈ അപ്പീലിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് ഖത്തറിലെ അപ്പീൽ കോടതി ഇവരുടെ വധശിക്ഷയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. എന്നാൽ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വധശിക്ഷ ഇളവ് നൽകിക്കൊണ്ട് ഇവർക്ക് തടവ് ശിക്ഷയാക്കി കുറച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക രേഖ വിധി അല്പസമയം മുമ്പാണ് പൂർത്തിയായത്. എന്നാൽ പൂർണ്ണമായ വിധിപ്പകർപ്പ് ലഭ്യമാകുമ്പോൾ മാത്രമേ ഏത് തരത്തിലുള്ള ഇളവുകൾ പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചിരിക്കുന്നു ഇവർക്ക് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ, ഇന്ത്യ ഇവർക്ക് വേണ്ടി തയ്യാറാക്കിയ അഭിഭാഷകർ, കൂടാതെ ഈ നിലവിൽ ഖത്തറിലെ ജയിലിൽ കഴിയുന്ന 8 ഇന്ത്യൻ മുൻ നാവികസേന ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ അപ്പീൽ കോടതിയിൽ ഉണ്ടായിരുന്നു. കോടതി ഇവരുടെ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ഇവരുടെ ഇളവ് നൽകിക്കൊണ്ടുള്ളതാണ് വിധി. എന്നാൽ പൂർണ്ണമായ വിധി പകർപ്പ് അല്പസമയത്തിനകം മാത്രമായിരിക്കും ലഭ്യമാവുക. ശരി. ഖത്തറിൽ തടവിലായ 8 മുൻ ഇന്ത്യൻ നാവികർക്ക് അവരുടെ വധശിക്ഷയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നു എന്ന ആശ്വാസ വാർത്തയാണ് ബൽറാം നെടുങ്ങാടി പങ്കുവച്ചത്. എന്തായാലും ഈ ശിക്ഷ ഏതൊക്കെ തരത്തിലുള്ള ഇളവുകളാണ് എന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. പുതുവത്സരാഘോഷങ്ങൾക്ക് മുന്നോടിയായി കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പരിശോധന. എക്സൈസ് പോലീസ് സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഡോഗ് സ്ക്വാഡും സ്ഥലത്തുണ്ട്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ഷഹദ്, ഈ പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ഈ ലഹരി അത് കൂടുതലായി വരാനുള്ള സാധ്യത, ലഹരി വിൽപ്പനയ്ക്കുള്ള സാധ്യത, ഇതൊക്കെ കണക്കിലെടുത്താണോ ഈ പരിശോധന? തീർച്ചയായും ക്രിസ്റ്റീന, അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസിന്റെയും ഒപ്പം തന്നെ എക്സൈസിന്റെയും ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരിശോധന വ്യാപകമാക്കിയിട്ടുള്ളത്. കൂടാതെ ഇന്ന് രാവിലെ കോഴിക്കോട് നഗരത്തിൽ നിന്നും വലിയ രീതിയിൽ ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് നഗരത്തിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇന്ന് ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് പ്രധാനമായിട്ടും ഇത്തരത്തിൽ പാർസലുകളൊക്കെ വരുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം വലിയ രീതിയിൽ ഇപ്പോൾ ബസ്സിലും ഒപ്പം തന്നെ ട്രെയിനിലും ഒക്കെ തന്നെ ഈ ലഹരി പദാർത്ഥങ്ങൾ ജില്ലയിലേക്ക് എത്തുന്നു എന്ന വിവരം പോലീസിനും ഒപ്പം തന്നെ എക്സൈസിനും
പോലീസിനും ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഡോഗ് സ്ക്വാഡിന്റെ കൂടി സഹായത്തോടു കൂടി ഇത്തരം പാർസലുകളൊക്കെ എത്തുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച പരിശോധന നടത്തിയിട്ടുള്ളത്. സമാനമായ രീതിയിൽ മറ്റിടങ്ങളിലേക്കും, പ്രത്യേകിച്ച് ഇനി പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ബാറുകൾ, അതുപോലെ തന്നെ ക്ലബ്ബുകൾ, വിവിധ ഹോട്ടലുകൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ വിവിധ പരിപാടികൾ നടക്കാൻ പോവുകയാണ്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചും പരിശോധന വ്യാപിപ്പിക്കാനും ഒപ്പം തന്നെ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഇത്തരത്തിലുള്ള പരിശോധനയും നടക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്നത്തെ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇന്ന് കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും പരിശോധന വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെയും ഒപ്പം തന്നെ എക്സൈസിന്റെയും തീരുമാനം. ക്രിസ്റ്റീന. ശരി, പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് ലഹരി വരുന്നുണ്ടോ, അതുപോലെ തന്നെ ലഹരി വിൽപ്പനയൊക്കെ നടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടി ഡോഗ് സ്ക്വാഡ് അടക്കം പരിശോധന നടക്കുകയാണ് കോഴിക്കോട്. വിശദാംശങ്ങൾ നൽകിയത് ഷഹദ് റഹ്മാനാണ്. കാസർഗോഡ് എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയ സ്ഥലത്ത് കേന്ദ്ര സംഘം പരിശോധന ആരംഭിച്ചു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദക്ഷിണ മേഖലാ ഡയറക്ടർ ജെ ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ പൂപ്പറമ്പയാണ്. അരുൺ, മനുഷ്യർക്ക് അത്രയും വിനാശകരമായ കാര്യമാണ് ഇങ്ങനെ ഒരു ശ്രദ്ധയുമില്ലാതെ കുഴിച്ചുമൂടിയിരിക്കുന്നത്. ഏത് തരത്തിലാണ് പരിശോധന നടക്കുന്നത്? പരിശോധന പൂർത്തിയായോ? ക്രിസ്റ്റീന, ഉടുപ്പിയിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻബോഗ് ഈ ഹരിത ട്രിബ്യൂണൽ നൽകിയ പരാതിയെ തുടർന്നാണ് ഹരിത ട്രിബ്യൂണൽ അത് പരാതി ഫയലിൽ സ്വീകരിക്കുകയും കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾക്ക് ഇതിൽ പഠനം നടത്തി, ഈ എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി ജനുവരി 2-നകം റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി നോട്ടീസ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഈ കേന്ദ്ര മലിനീകരണ ബോർഡ് ദക്ഷിണ മേഖല ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയിട്ടുള്ള മിഞ്ചപ്പദവിലെത്തി പരിശോധന നടത്തിയത്. ഈ കുഴിച്ചുമൂടിയ സ്ഥലത്ത് നിന്നും അവിടെ നിന്ന് മണ്ണ്, അതോടൊപ്പം തന്നെ ജല സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. വിശദമായ പഠനം അതിൽ നടത്തുമെന്നതാണ് സംഘം അറിയിച്ചിട്ടുള്ളത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയത് ഈ നിരോധനത്തെ തുടർന്നാണ് 2020-ൽ. അതിനുശേഷവും ഈ എൻഡോസൾഫാൻ നിർവീര്യമാക്കാതെ കുഴിച്ചുമൂടിയതിനാൽ അത് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴും ആ പ്രദേശത്തുണ്ട്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ദുരിതബാധിതർ അങ്ങനെ ഉണ്ടാകാൻ കാരണം ഉൾപ്പെടെ ഇത് അവിടെ കുഴിച്ചു മൂടിയത് കൊണ്ടാണെന്നുള്ള ഉൾപ്പെടെയുള്ള കാരണങ്ങൾ, അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ചില തെളിവുകൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ പരാതി ദേശീയ ഹരിത ട്രിബ്യൂണലിന് മുമ്പിൽ എത്തിയത്. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു നിർദ്ദേശവും ഈ പഠനവും നടത്തിയത്. ജനുവരി 2-നകം ഈ പൂർണ്ണമായും പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശം. എന്തായാലും കഴിഞ്ഞ 2006-ലും 2014-ലും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം അവിടെ എത്തി പരിശോധന നടത്തി അതിൻ്റെ സാന്നിധ്യമൊന്നുമില്ല, അത് പ്രശ്നമില്ല എന്ന തരത്തിൽ റിപ്പോർട്ട് നൽകിയതാണ്. സ്വാഭാവികമായും കേന്ദ്ര സംഘം അതിന് വിഭിന്നമായിട്ടാണ് ആ റിപ്പോർട്ട് ഹരിത ട്രിബ്യൂണലിന് മുന്നിൽ നൽകുകയെങ്കിൽ സംസ്ഥാന ഭരണകൂടം അതിൽ മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും അത് പിന്നീട് വലിയ പ്രത്യാഘാതങ്ങളിലേക്കും പോവുകയും ചെയ്യും. ക്രിസ്റ്റീന. ശരി, കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ്. വയനാട് മീനങ്ങാടിയിൽ ഇറങ്ങിയത് വയനാട് സൗത്ത് 9 എന്ന ആൺകടുവ. അരിവയലിൽ ഇറങ്ങിയതും ഇതേ കടുവയെന്ന സ്ഥിരീകരണം. കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിച്ചാണ് വനം വകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കടുവയ്ക്കായി 2ഇടങ്ങളിൽ വനം വകുപ്പ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ശരിയാണ്. സുർജിത്ത്, ഈ കടുവാപ്പേടി മാറുന്നില്ല. ഇപ്പോൾ വീണ്ടും ഈ കടുവയുടെ കാൽപ്പാട് കണ്ടെത്തുന്നു. ഇത് അരിവയലിൽ ഇറങ്ങിയ കടുവയും ഇന്ന് ഇറങ്ങിയ കടുവ തന്നെയാണെന്ന് സ്ഥിരീകരണം വരുന്നു. എന്താണ് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? കൂടൊരുക്കി കാത്തിരിക്കുകയാണ് ക്രിസ്റ്റീന വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ 2 കൂടുകളാണ് ഇപ്പോൾ CC ഭാഗത്ത് വെച്ചിട്ടുള്ളത്. ഒന്ന്, കഴിഞ്ഞ ശനിയാഴ്ച കടുവ ഇറങ്ങി പശുക്കിടാവിനെ കൊന്ന സുരേന്ദ്രന്റെ വീടിന് പിറകിലായുള്ള തൊഴുത്തിന് സമീപത്താണ് ഒരു കൂട് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ കൂട് സ്ഥാപിച്ചിരുന്നു. ക്യാമറ ട്രാപ്പിൽ കടുവ കുടുങ്ങിയിരുന്നു. മാത്രമല്ല CCTV ദൃശ്യങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ കടുവ കുടുങ്ങുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇതേ കടുവ തന്നെയാണ് വീണ്ടും ഇന്നലെ രാത്രി 8:30യോടുകൂടി
ഈ CC ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള താഴെ അരിവയലിലെത്തിയത്. ഇത് ജയ എസ്റ്റേറ്റ് തോട്ട ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയാണ്. അവിടെ വർഗീസ് എന്ന് പേരുള്ള ഒരാളുടെ വീടിന് പിറകിലെ ആട്ടിൻകൂട്ടിലാണ് കടുവ എത്തുകയും ഒരു ആടിനെ കൊല്ലുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഇന്നലെ തന്നെ ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കൂട് നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ന് നിർണായകമാണ്. ഒരുപക്ഷെ ഈ ജന്തുക്കളെ പിടിച്ച ശേഷം അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കടുവ ഈ മാംസം ഭക്ഷിക്കാനായി എത്തിയേക്കാം എന്നുള്ളതാണ് വനംവകുപ്പിന്റെ അനുമാനം. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഉണ്ടായ അനുഭവം. അതായത് ഈ കൂടൽക്കടവിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ മേഖലയിലേക്ക് വീണ്ടും കടുവ എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കൂടൊരുക്കി കാത്തിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കടുവ പിടിയിലാകും എന്നുള്ള പ്രതീക്ഷയാണ് നാട്ടുകാർക്കുമുള്ളത്. വയനാട് സൗത്തിലെ 09 എന്ന് നാമകരണം ചെയ്യപ്പെട്ട കടുവയാണ് ഈ നാട്ടിൽ ഇറങ്ങുന്നത് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ ദിനം നിർണായകമാണ്. ശരി, വയനാട്ടിൽ 09 എന്ന കടുവയാണ് അരിവയലിലടക്കം ഇറങ്ങിയതെന്ന സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. വനം വകുപ്പ് 2 ഇടങ്ങളിലാണ് ഈ കടുവയ്ക്കായി കൂട് സ്ഥാപിച്ചത്. വളരെ നിർണായകമായ ദിവസമാണ്. കടുവ ഇന്ന് തന്നെ കൂട്ടിൽ കയറും എന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. സുർജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കോൺഗ്രസിന്റെ 139ാമത് സ്ഥാപക ദിനാഘോഷങ്ങൾക്ക് ഡൽഹിയിൽ തുടക്കമായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ AICC ആസ്ഥാനത്ത് പതാക ഉയർത്തി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. KPCC ആസ്ഥാനത്ത് കേക്ക് മുറിച്ചും പതാക ഉയർത്തിയും ആഘോഷിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസിന്റെ മഹാറാലി ഇന്ന് നാഗ്പൂരിലുടൻ ആരംഭിക്കും. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സോണിയാഗാന്ധി റാലിയിൽ പങ്കെടുത്തേക്കില്ല. വിവരങ്ങളുമായി ചേരുന്നത് നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, 1885 ഡിസംബർ 28 തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 139ാം സ്ഥാപക ദിനം ആഘോഷിക്കുന്നു. അലൻ ഒക്ടേവിയോ ഹ്യൂം എന്ന് പറയുന്ന ഒരു വിദേശിയാണ് ഇതിനൊരു തുടക്കം ഇടാൻ സഹായിച്ചത്. ഇന്ന് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് നിരവധി പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും ഒക്കെയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു. ഏത് രീതിയിലാണ് ഇന്നത്തെ ദിവസം കോൺഗ്രസ് ആചരിക്കുന്നത്? ക്രിസ്റ്റീന പറഞ്ഞ പോലെ തന്നെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാർട്ടി ഇന്ന് കടന്നു പോകുന്നത്. കാരണം രാജ്യത്ത് ഒരു കാലത്ത് പടർന്നു പന്തലിച്ച പാർട്ടി ഇന്ന് അതിന്റെ അതിജീവനത്തിന്റെ സമയത്തിലൂടെ കടന്നു പോവുകയാണ്. രാഹുൽ ഗാന്ധി രാജ്യവ്യാപകമായി അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് പാർട്ടിയെ വീണ്ടും കെട്ടിപ്പടുത്താനുള്ള ശ്രമം നടന്നു വരികയാണ്. എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ നിർണായകമാണ്. പാർട്ടി കൂടുതൽ വീണ്ടും പരാജയപ്പെട്ടാൽ കൂടുതൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. എന്തായാലും ഇന്നത്തെ ഒരു ദിനം പരിശോധിച്ചാൽ രാജ്യത്തെമ്പാടും വലിയ ആഘോഷങ്ങൾക്കാണ് കോൺഗ്രസ് തുടക്കം കുറിച്ചത്. AICC ആസ്ഥാനത്ത് രാവിലെ 9:00 തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പതാക ഉയർത്തി. വിവിധ PCCകളിൽ കേന്ദ്രീകരിച്ചും ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ നാഗ്പൂരിലെ ഭാരത് ജോഡോ മൈതാനിൽ മഹാറാലി ഇപ്പോൾ ആരംഭിക്കാനിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു ശക്തി പ്രകടനമാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. 10 ലക്ഷം വരെ അണിനിരത്താനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. മാത്രമല്ല സോണിയാഗാന്ധി ഈ റാലിയിൽ ആദ്യം പങ്കെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇപ്പോൾ ആരോഗ്യസ്ഥിതി മോശമായി തുടർന്ന് സോണിയാഗാന്ധി പങ്കെടുക്കുന്നില്ല. കൂടാതെ പ്രിയങ്ക ഗാന്ധിയും ഈ മഹാറാലിയിൽ പങ്കെടുക്കുന്നില്ല. മറ്റ് നേതാക്കളടക്കം ഇപ്പോൾ നാഗ്പൂരിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനും തന്നെ റാലി ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾക്കാണ് വിവിധ PCCകളുടെ നേതൃത്വത്തിൽ ഈ 139ാമത് സ്ഥാപക ദിനാഘോഷത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്നത്. ശരി, 1885 ഡിസംബർ 28, 29 തീയതികളിൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ 72 പ്രതിനിധികളുമായി ആരംഭിച്ച പ്രസ്ഥാനം പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുന്നു. അതിനുശേഷം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അതൊരു രാഷ്ട്രീയ പാർട്ടിയായി തുടരുന്നു. ഇന്ന് 139ാം സ്ഥാപക ദിനം ആഘോഷിക്കുന്നു. നാഗ്പൂരിൽ അല്പസമയം മഹാറാലിയും ആരംഭിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഇടവേള.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.